ഞാൻ അവനോട് കാല് പിടിച്ചു പറഞ്ഞു, നീ ഇനി ഇങ്ങനെയുള്ള വർത്താനങ്ങൾ പറയല്ലേടാ എന്നാ. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അവന്റെ കാല് വീണ് അപേക്ഷിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോഴും ലാലേട്ടൻ അവനോട് ചോദിക്കുന്നത് തൊടാൻ സമ്മതിക്കാത്ത ആളെ ഇപ്പൊ കെട്ടിപ്പിടിക്കുവാണോ എന്നാണ്. ആ സമയത്ത് അവൻ എന്നോട് പറയേണ്ട സോറി ഞാൻ അവനോട് പറഞ്ഞു, ക്ഷമിച്ചു അവനോട്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് വീടിനകത്തേക്ക് കയറിയത്. ഇതൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ അവരെന്താ ഓർക്കുക? അവനതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുണ്ടാവും പുറത്ത്. പിന്നെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുവാണ് ചെയ്തത്. അവൻ വീണ്ടും ആ രീതിയിലുള്ള ഡയലോഗ് തന്നെ അടിച്ചു. വീണ്ടും എന്നെ ഡെഡ് ബോഡി എന്ന് വിളിച്ചു. അതൊക്കെ കാരണമാണ് അവനിപ്പോ പുറത്തിരിക്കുന്നത്. ജിൻഡോ ഇപ്പൊ സിജോയോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്, ഗബ്രിയെ കുറിച്ചാണ് പറയുന്നത്. സിജോ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് മിണ്ടാതെ. ജിൻഡോ പറയുന്നതിനൊന്നും ഒരു ഫാക്ട് ചെക്ക് നടത്തേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുമാണ്. ഇപ്പം ചത്ത പശുവിന്റെ ജാതകം നോക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം സിജോയോട് ഇതൊക്കെ ജിൻഡോ ചർച്ച ചെയ്യണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ നല്ലൊരു സൗഹൃദം തന്നെ സ്ഥാപിച്ചു എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പം പല സീസണുകളിലും ഇപ്പം ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും വരുന്നവർ തമ്മിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാറുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം രണ്ടുപേരും ഒരേപോലെ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്ന രണ്ട് പേരാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.